ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ച് അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച മലയാളി സന്യാസിനിമാർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മണ്ണക്കനാട് ഹോളിക്രോസ് ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സമ്മേളനവും നടത്തി. വിശുദ്ധ കൊച്ചുത്രേസ്യ കപ്പേളയിൽ നിന്ന് ആരംഭിച്ച റാലി നാടുകുന്ന് കവല ചുറ്റി കപ്പേളയിൽ തിരികെ എത്തി സമാപിച്ചു. കുരിശടിയിൽ നടന്ന പ്രതിഷേധ സമ്മേളനം വികാരി ഫാദർ തോമസ് പഴക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഇടവക സമിതി സെക്രട്ടറി സുമേഷ് ജോസഫ്, ഹോളിക്രോസ് കോൺവെന്റ് പ്രതിനിധി സിസ്റ്റർ ബോബി പോൾ, വിശ്വാസവാൻ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ മേരി ഫ്രാൻസിസ്, ജനകീയ വികസന സമിതി അംഗം എ സാബു, സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി പ്രസിഡന്റ് സണ്ണി വർക്കി, ലീജിയൻ ഓഫ് മേരി പ്രസിഡന്റ് റോസമ്മ ചാക്കോ, KCYM സെക്രട്ടറി ജിബിൻ ബാബു, സാമ്പത്തിക സമിതി സെക്രട്ടറി ബിജു ചൂളാനിക്കൽ എന്നിവർ പ്രസംഗിച്ചു. ആ തരത്തിലേക്ക് ഞങ്ങളെ തെരുവുകളിൽ എത്തിക്കാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാവരുത് എന്ന് മാത്രം ഞങ്ങൾ ഈ പ്രതിഷേധ സമ്മേളനത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇന്ന് കേരള കത്തോലിക്ക സഭ നാളുകളായി വിജയപുരം രൂപതയുടെ വിവിധ ഇടവകളിലുമെല്ലാം ഈ പ്രതിഷേധ സമ്മേളനം നടക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവർക്കും വേണ്ടി, കേരളത്തിലെ മുഴുവൻ ദളിത് ആദിവാസി ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിൽ ജനാധിപത്യവും മതേതരത്വവും പുലരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ബജരംഗ് ദൾ പോലെയുള്ള സംഘപരിവാർ പോലെയുള്ള വർഗീയ വിഷവിത്തുകളെ ഇന്ത്യ രാജ്യത്ത് നിരോധിക്കുന്നതടക്കം ഉള്ള നടപടികളുമായി മുമ്പോട്ട് പോകണം. സമിതി അംഗങ്ങളായ ബാബു വാന്തിയിൽ, സോളി സേവ്യർ, വിൽസൺ ആന്റണി, വിജയ് ബാബു, പത്രോസ് കാരക്കാത്തോട്ടയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.